ഹായ് ഫ്രണ്ട്സ്, കർഷക സുഹൃത്തുക്കളിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പിന്നെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. മുൻപ് നമ്മൾ ഒരുപാട് ബ്രഷ് കട്ടറുകൾ ഇതുപോലെ അൺബോക്സിങ് കാണിച്ചിട്ടുണ്ട്, നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ബ്രഷ് കട്ടറാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരുപാട് നല്ല ഫീച്ചേഴ്സുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രഷ് കട്ടറാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, സ്പാർട്ടൺ എന്നാണ് ഈ ബ്രഷ് കട്ടറിൻ്റെ പേര്. ഇതിൻ്റെ മോഡൽ നമ്പർ Bsc 243H എന്നാണ്. ഇത് ഒരു ഇന്ത്യൻ കമ്പനിയാണ്. അപ്പോൾ ഇതിനുള്ളിലുള്ള ഐറ്റങ്ങളൊക്കെയാണ്. ഇത് ഗ്രാസ് ഗാർഡാണ്. നല്ല ഒരു ഒതുങ്ങിയ ടൈപ്പ് ഗ്രാസ് ഗാർഡാണ് തന്നിരിക്കുന്നത്. ഷോൾഡർ ബെൽറ്റ്, അതുപോലെ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ള അലൂമിനിയം ട്രിമ്മർ ഹെഡാണിത്, പുതിയ ടൈപ്പ്. സ്പാർട്ടൺ എന്ന അലൂമിനിയം ട്രിമ്മർ ഹെഡ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബാക്ക് സൈഡിൽ ഗ്യാപ്പ് ഇല്ലാത്ത ടൈപ്പ് പുതിയ ട്രിമ്മർ ഹെഡ്. അതിന് വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. വളരെ നല്ലൊരു ട്രിമ്മർ ഹെഡാണിത്. അതുപോലെ അതിൻ്റെ ടൂൾസ് കിറ്റ് ഉണ്ട്. അതുപോലെ വളരെ നല്ല ഹാൻഡിൽ സെറ്റാണ്. ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ബ്രഷ് കട്ടർ ഉപയോഗിക്കുന്ന, പ്രൊഫഷണലായിട്ടൊക്കെ ഉപയോഗിക്കുന്നവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു ഹാൻഡിൽ സെറ്റാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അതുപോലെ ബ്ലേഡ്, അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബോക്സൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബ്രഷ് കട്ടറിൻ്റെ എൻജിൻ എന്ന് കൃത്യമായിട്ട് നോക്കിയാൽ വളരെ നല്ല ക്വാളിറ്റിയിലാണ് ഇത് അവരുണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വാൽബ്രോയുടെ കാർബറേറ്ററാണ്. മുമ്പ് എൻ്റെ പല വീഡിയോയിലും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. വാൽബ്രോയുടെ കാർബറേറ്ററാണ് ഏറ്റവും അധികം നമുക്ക് മൈലേജ് തരുന്നത്. ഇനി നമുക്കിതിൻ്റെ ഷാഫ്റ്റ് അസംബ്ലി ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, വളരെ നല്ല ഒരു ഷാഫ്റ്റ് അസംബ്ലിയാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. എല്ലാ നിലയിലും അതിന് പൈപ്പ് നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഗിയർ സെറ്റൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുല്ല് വള്ളി ഒന്നും പിടിക്കാത്ത ടൈപ്പ് ഗിയർ സെറ്റാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അതുപോലെ ഹൗസിങ് നല്ല ക്വാളിറ്റിയിൽ ഈ ബ്രഷ് കട്ടറിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. ഗിയർ സെറ്റ് ഇപ്പം നിങ്ങൾ കാണുന്നത് പോലെ ഏറ്റവും വില കൂടിയ ബ്രാൻഡുകളുടെ അതേ ലെവലിൽ തന്നെ പുല്ലും വള്ളിയൊന്നും പിടിക്കാത്ത ടൈപ്പ്, നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഗിയർ സെറ്റാണ്. മുമ്പ് എൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഗിയർ സെറ്റിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലച്ച്, റാഡ്, അങ്ങനെ എല്ലാ ഭാഗങ്ങളും, ഡ്രം, ഇതിനൊക്കെ തേയ്മാനം വളരെ കുറവേ വരത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടൂൾസ് കിറ്റിൽ വന്നിട്ടുള്ള സ്ക്രൂകളാണ് 4 ചെറിയ സ്ക്രൂ. അതുപയോഗിച്ചാണ് ഇത് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്.
അപ്പോൾ വലിയ എല്ലെങ്കിൽ ഉപയോഗിച്ചാണ് നമ്മൾ ഹൗസിംഗ് സെറ്റ് ഫിറ്റ് ചെയ്തത്. എന്നാൽ ചെറിയ എല്ലെങ്കിൽ ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ ഹാൻഡിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം നമ്മുടെ കിറ്റിലുണ്ട്. അടുത്തതായി നമ്മൾ അലൂമിനിയം ട്രിമ്മർ ഹെഡാണ് ഇതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ അലൂമിനിയം ട്രിമ്മർ ഹെഡ് ഫിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബ്ലേഡ് വാഷർ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലുള്ള ഗ്രൂവിലേക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഹോൾ ഇറങ്ങി നിൽക്കണം. എന്നിട്ട് വേണം നമ്മുടെ മുകളിലത്തെ ടോപ്പ് വാഷർ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുവാൻ. ടൈറ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ നമ്മുടെ അലൂമിനിയം ട്രിമ്മർ ഹെഡിൻ്റെ സെറ്റിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ ഗ്രാസ് ഗാർഡാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഓരോരുത്തരുടെയും സൗകര്യാർത്ഥം എവിടെയാണ് വെക്കേണ്ടതെന്ന് തീരുമാനിച്ച് ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഫിറ്റ് ചെയ്യാവുന്ന ടൈപ്പ് ഗ്രാസ് ഗാർഡാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. സാധാരണ ചില ഗ്രാസ് ഗാർഡൊക്കെ വരുന്നത് ഗിയർ സെറ്റിനോട് ചേർന്നാണ്, അവിടെ തന്നെ അത് ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതങ്ങനല്ല, നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഫിറ്റ് ചെയ്ത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്ന ഒരു ഗ്രാസ് ഗാർഡാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ബ്രഷ് കട്ടറിൻ്റെ സെറ്റിങ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ ഞാൻ താമസിക്കാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ ഓൾറെഡി കുറേ ബ്രഷ് കട്ടറുകൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ കൊടുത്ത കസ്റ്റമറൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ലല്ലോ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഏതെങ്കിലും കസ്റ്റമർ വർക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും താമസിക്കാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യുന്നതാണ്. ഈ ബ്രഷ് കട്ടറിൻ്റെ വില ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള മറ്റു വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.